ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തക്കാളി കറിയാണ്. ഇപ്പം തക്കാളി സീസൺ അല്ലേ, അതുകൊണ്ട് ഇപ്പം 10 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് പറ്റിയ വറ്റൽമുളക് 20 എണ്ണം, കൊച്ചുള്ളി 15 എണ്ണം, വെളുത്തുള്ളി 10 എണ്ണം, പൂളിയ തേങ്ങ 1 കപ്പ്, പിന്നെ മല്ലി മുഴുവനേ ഉള്ള മല്ലിയില്ലേ, അപ്പോൾ അത് 2 സ്പൂണ്, പെരുംജീരകം 1.5 സ്പൂണ്, കുരുമുളക് 1/2 സ്പൂണ്, പിന്നെ ആവശ്യത്തിനുള്ള കറി ലീവ്സ് കരിവേപ്പില. പിന്നെ നമ്മുടെ 10 തക്കാളിയെ നമ്മൾ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്ത് വച്ചേക്കുക. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം എടുത്ത് വച്ചേക്കുന്ന 15 കൊച്ചുള്ളിയില്ലേ, അത് എണ്ണയിലിട്ട് നല്ലപോലെ വഴട്ടി അങ്ങ് എടുക്കണം. ഈ വഴട്ടി എടുക്കുമ്പം തീ കുറച്ച് വെച്ചേ വഴട്ടാവൂ. പെട്ടെന്ന് വഴണ്ട് വരണമെന്ന് പറഞ്ഞ് നിങ്ങൾ തീ കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോവും, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത്. ഒരു ചെറിയ ചുമപ്പ് വരുത്തില്ലയോ, ആ പരുവം ആകുമ്പോഴത്തേക്ക് നമ്മുടെ വറ്റൽമുളക് അതിനകത്ത് ഇട്ട് അതും കൂടെ ഇട്ട് നല്ലപോലെ വഴട്ടി എടുക്കണം. പിന്നെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ വറ്റൽമുളക് എളുപ്പത്തിൽ അങ്ങ് ഫ്രൈ ആയി വരുമല്ലോ. ആ ഫ്രൈ ആയതിന് ശേഷം നമ്മൾ എടുത്ത് വച്ചേക്കുന്ന കുരുമുളക്, പെരുംജീരകം, മല്ലി ഇതെല്ലാം കൂടെ അതിലിട്ട് നല്ലപോലെ ഒന്ന് വഴട്ടി എടുക്കണം. തീ കൂട്ടി വയ്ക്കുമ്പം കുരുമുളക് വെടിക്കും, പൊട്ടും, മീൻസ് ഇങ്ങനെ പൊട്ടി വരും. അതുപോലെ പെരുംജീരകവും പെട്ടെന്ന് അങ്ങ് പൊട്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ തീ തന്നെ വെക്കണം, കൂട്ടി വെക്കരുത്. ഒരു കാരണം വെച്ചാലും പെട്ടെന്ന് ജോലി തീരാൻ വേണ്ടി നമ്മുടെ മക്കൾ എളുപ്പത്തിൽ ജോലി തീർക്കാൻ വേണ്ടി തീ കൂട്ടി വെക്കും. തീ കൂട്ടി വെക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവായിരിക്കും. പിന്നെ അയ്യോ ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് കുറവാണെന്നല്ലോ എന്ന് പറയരുത്. അതിനു വേണ്ടി ഞാൻ പറയുക. ഇപ്പം നമ്മുടെ ഇതെല്ലാം നല്ലപോലെ വഴണ്ട് വന്നു. ഇപ്പോൾ പൂളി വെച്ചേക്കുന്ന തേങ്ങ അതിലോട്ടിട്ട് നല്ലപോലെ അങ്ങ് വഴട്ടിയെടുക്കുക. ഇപ്പോൾ പൂളിയ തേങ്ങ ഇല്ല, തിരുമിയ തേങ്ങയെ 1 കപ്പ് ഉള്ളെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അതും അതിനകത്തിട്ട് വഴട്ടാം. പക്ഷേ തീ നമ്മൾ കൂട്ടരുത്, ചെറിയ തീയിലേ വെച്ച് വഴട്ടാവൂ. അപ്പോൾ തേങ്ങ തിരുമിയ തേങ്ങ ആകുമ്പം കുഴപ്പമില്ല, എളുപ്പത്തിൽ അങ്ങ് ഫ്രൈ ആയിക്കോളും. അതിൻ്റെ കൂട്ടത്തിലെ കറി ലീവ്സും കൂടെ, മീൻസ് കരിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് നല്ലപോലെ ഒന്ന് വഴട്ടുക. ഇപ്പം ഞാൻ തേങ്ങ ഇട്ടതുകൊണ്ട്, പൂളിയ തേങ്ങ ഇട്ടതുകൊണ്ട് എനിക്ക് വഴണ്ട് വരാൻ ഇച്ചിരി സമയം പിടിക്കും. അപ്പോൾ ആ പരുവം നല്ലപോലെ അങ്ങ് ചുമന്ന് ഒരു രീതിയിൽ വന്ന് കഴിയുമ്പം ഇതാ പരുവം. ഈ പരുവത്തിന് വന്ന് കഴിയുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാക്കി വെച്ചിട്ട് ഇതിനെ മാറ്റി അങ്ങ് വെക്കണം തണുക്കാൻ. തണുത്ത് കഴിയുമ്പം മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം, ഒത്തിരിയല്ല, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്ക് പേസ്റ്റായിട്ട് അരച്ചങ്ങ് എടുക്കണം. ഇപ്പോൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കത് എന്താ ചെയ്യണമെന്ന് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ നമുക്ക് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പം വെളുത്തുള്ളി നമ്മൾ 10 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെളുത്തുള്ളി 10 എണ്ണം എടുത്ത് വെച്ചത് നമ്മൾ നല്ലപോലെ ഇട്ട് വഴട്ടണം. വെളുത്തുള്ളി അതേപോലെ മുമ്പ് നമ്മൾ എങ്ങനെ ചെറിയ തീയിൽ വഴട്ടിയോ അതുപോലെ തന്നെ വഴട്ടാവും. അങ്ങനെ ആകുമ്പം അത് കരിയാതെ, സൈഡൊന്നും കരിയാതെ നല്ലപോലെ വെന്ത് പാകത്തിന് അങ്ങ് വരും. ആ പരുവം വന്നു കഴിയുമ്പം അതിൻ്റെ കൂട്ടത്തിൽ തക്കാളി, നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇല്ലേ, ഇതാ അതിൻ്റെ പരുവം. ഈ പരുവം ആയിക്കഴിയുമ്പം അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് നല്ലപോലെ വഴട്ടണം. അപ്പം തക്കാളിയിൽ വെള്ളം ഉള്ളത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യണ്ട. അപ്പം തക്കാളി നല്ലപോലെ വഴട്ടി അങ്ങ് കൊടുത്തിട്ട് അതിൽ നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ അങ്ങ് വഴട്ടണം. ഈ തക്കാളി കറി എന്ന് പറയുന്നത് ഇച്ചിരി വഴണ്ട് വരട്ടെ. അപ്പം തക്കാളി കറി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ സമയം എന്ന് വെച്ചാൽ തക്കാളിയുടെ സീസണാണ്. അപ്പോൾ ഈ സമയത്ത് തക്കാളി വാങ്ങിച്ച് നമ്മൾ ഇങ്ങനെ കറി വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും വരത്തില്ല. തക്കാളിയുടെ വില കൂടി ഇരിക്കുന്ന സമയത്ത് ഈ കറി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് എളുപ്പത്തിൽ അങ്ങ് വാങ്ങിച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം, തക്കാളിക്ക് പുളി നോക്കിയിട്ട് വേണം. തക്കാളി 10 എണ്ണം ഇടണോ ഇല്ല അതിന് കുറച്ചിടണോ എന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളി കുറവാന്ന് വെച്ചാൽ ബാംഗ്ലൂർ തക്കാളിയായത്, അതുകൊണ്ട് കറക്റ്റ് പുളിയായിരിക്കും. അപ്പോൾ ഞാൻ 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പം നാടൻ തക്കാളിയൊക്കെ യൂസ് ആക്കുന്നവർ അതനുസരിച്ച് വേണം തക്കാളി എടുക്കാൻ, കേട്ടല്ലോ. പിന്നെ നാടൻ തക്കാളിയും 10 എണ്ണം വെച്ചിട്ട് എൻ്റെ അമ്മയെ വായി വെക്കാൻ കൊള്ളത്തില്ല, എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞ് കമൻ്റ് ഇടരുത്. അതുകൊണ്ട് ഞാൻ അതും പ്രത്യേകം പറയുക. ഇപ്പോൾ എല്ലാം പോലെ വഴട്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ അടച്ച് വെച്ച് 10 മിനിറ്റ് ചെറുതീയിൽ അങ്ങ് വേവിച്ച് എടുക്കണം. ഇപ്പം ചെറുതീയിൽ വേവിച്ച് വരുമ്പം ഇത് നല്ലപോലെ വെന്ത് കുഴഞ്ഞങ്ങ് വരും. അപ്പം നമുക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ഇതിൽ
ഒഴിക്കണ്ട. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ തക്കാളി നല്ലപോലെ വെന്ത് വന്ന് ഇപ്പം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റിൽ അത് ഇതിനകത്ത് ഇട്ട് ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ കഴുകി ഒഴിക്കുക. അതിന് കൂടുതൽ ഒഴിക്കരുത്. അതിലിരിക്കുന്ന അരച്ച പേസ്റ്റൊക്കെ അതിനകത്ത് ഒട്ടിയിരിക്കത്തില്ല, അത് വരാൻ വേണ്ടിയാണ് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് നമ്മൾ ഇളക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ചെറുതീയിൽ തിരിച്ച് ഒരു 10 മിനിറ്റ് വെച്ച് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. ഇങ്ങനെ 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുമ്പം എണ്ണ പിരിഞ്ഞ് വരും. അതാണ് ഈ പരുവം വരും. ഈ പരുവം വരുമ്പം നമ്മൾ മല്ലിയില തൂവിയിട്ട് ഇറക്കി ഒരു പാത്രത്തിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, സാദത്തിൻ്റെ കൂടെ മീൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാ. മക്കളെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻസിൽ ഇടണേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്.